ഒരിക്കലും ഒരാളെ പറ്റിക്കാൻ പാടില്ല. പറ്റിച്ചിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യത്തിനും ഉപകാരപ്പെടില്ല. അത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് തന്നെ എന്തായാലും തീർന്നത് ഉറപ്പാണ്. പിന്നെ ബോർഡ് സ്വാപ്പ് ചെയ്ത കാര്യത്തിന് കൂടുതൽ എമൗണ്ട് വാങ്ങാം, അതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പേര് പറഞ്ഞിട്ടെങ്കിൽ എമൗണ്ട് കൂടുതൽ വാങ്ങാം. അതല്ലാണ്ട് ചെയ്യാത്ത കാര്യത്തിൽ ഒരു പേരിൽ നല്ലൊരു എമൗണ്ട് വാങ്ങാൻ പാടില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചെയ്യുന്നുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 ഓക്കെ. ഇതിൻ്റെ വലിയൊരു സ്റ്റോറിയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലൈൻറ്റ് വന്നിട്ട് ഇത് കണ്ണൂരിൽ നിന്ന് വന്നൊരു കൊറിയർ വർക്കാണ്. ഇത് കംപ്ലൈൻറ്റ് വന്നിട്ട് ഒരു ഷോപ്പിൽ കൊടുത്ത്, പേര് കേട്ടൊരു ഷോപ്പാണ്, ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇതിൽ ചെയ്തിട്ടുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് സ്വാപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറോട് 8000 രൂപ വാങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കംപ്ലൈൻറ്റ് വീണ്ടും ഇതേ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് വന്നിട്ടാകുമ്പോൾ ആളോട് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞത് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടാണ് റെഡിയാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറെ റിട്ടേൺ വിട്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ഈ സെറ്റ് വരുന്നുള്ളത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് അയച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ അകത്ത് ബോർഡ് സ്വാപ്പ് ചെയ്തതായിട്ടുള്ള ഒരു ഇതുമില്ല. ആകെ ബോർഡിൽ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നാൻഡ് റിബോൾ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ഒരിക്കലും ഒരാളെ പറ്റിക്കാൻ പാടില്ല. പറ്റിച്ചിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യത്തിനും ഉപകാരപ്പെടില്ല. അത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് തന്നെ എന്തായാലും തീർന്നത് ഉറപ്പാണ്. പിന്നെ ബോർഡ് സ്വാപ്പ് ചെയ്ത കാര്യത്തിന് കൂടുതൽ എമൗണ്ട് വാങ്ങാം, അതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പേര് പറഞ്ഞിട്ടെങ്കിൽ എമൗണ്ട് കൂടുതൽ വാങ്ങാം. അതല്ലാണ്ട് ചെയ്യാത്ത കാര്യത്തിൽ ഒരു പേരിൽ നല്ലൊരു എമൗണ്ട് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ജസ്റ്റ് നാൻഡ് ഡാമേജ് ആയിരുന്നു. നാൻഡ് ഞാൻ റീപ്ലേസ് ചെയ്ത് സാധനം ഓക്കെ ആയി. അപ്പോൾ ഞാൻ അയച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് CPU ചെയ്തിട്ട് പോലും ഇല്ല. CPU ചെയ്യാണ്ട് എങ്ങനെയാണ് ബോർഡ് സ്വാപ്പ് ചെയ്യുന്നതിനുള്ളത് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ഇടുക. കാരണം CPU ചെയ്യാണ്ട് എങ്ങനെ ബോർഡ് സ്വാപ്പ് ചെയ്ത് എന്നുള്ളതാണ്. അപ്പോൾ അതാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഉണ്ട്. ഞാനിതുവരെ ഞാനങ്ങനെ പഠിച്ചിട്ടില്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ബോർഡ് സ്വാപ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ CPU റിമൂവ് ചെയ്യണം. അങ്ങനത്തെ CPU മാറണം. CPU വേറൊരു ബോർഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. പക്ഷെ അതൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ നാൻഡ് റീപ്ലേസ് ചെയ്തതാണ്, സാധനം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ത് കംപ്ലൈൻറ്റും നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ എന്ത് കംപ്ലൈൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താ അറിഞ്ഞാൽ നമ്മളായിട്ട് ICS ആയിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ പുതിയ ഷോപ്പ് വരുന്നുള്ളത് കാസർഗോഡ് ചൗക്കിയിലാണ്. ഓക്കെ, ചൗക്കിയിൽ കമ്പാർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഷോപ്പ് വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഐഫോൺ റിലേറ്റഡ് ആയിക്കോട്ടെ ആൻഡ്രോയിഡ് റിലേറ്റഡ് ആയിക്കോട്ടെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒന്നും കൂടി ഞാൻ പറയുന്ന ടെക്നീഷ്യന്മാരോട് പറയുന്നുള്ളത്, ഒരിക്കലും ചെയ്ത വർക്കിൻ്റെ പേരിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് വാങ്ങാം. ചെയ്യാതെ വർക്ക് കളവ് പറഞ്ഞിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും കൂടുതൽ പൈസ വാങ്ങാൻ പാടില്ല. വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും ഉപകാരപ്പെടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം. ഓക്കെ, ബൈ.